ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിറ്റ്ലർ, ഭാഗം 4. രചന ഫൗസിയ നൗഷാദ്. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ആരെ? വേദികയെ. ആര്? ആ വേലക്കാരി പെണ്ണിനെയോ? അയാൾ ഞെട്ടലോടെ ചോദിച്ചു. നിനക്കെന്താ സിദ്ധു, ഭ്രാന്ത് പിടിച്ചോ? ഇത്രയും പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ പെണ്ണിന്റെ പുറകെ പോവാൻ ഇവളെയൊക്കെ നീ എവിടെ നിന്ന് കൊണ്ടുവരുന്നു? എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക. അച്ഛാ, എനിക്ക് മറ്റൊന്നും പറയാനില്ല. അവളെ എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അത് പറഞ്ഞൊപ്പിച്ച് അവൻ മുറിയിൽ നിന്ന് വേഗം പുറത്തിറങ്ങി. അച്ഛനോട് കള്ളം പറഞ്ഞതിൽ ചെറിയ കുറ്റബോധം തോന്നിയെങ്കിലും അതാണ് തനിക്ക് നല്ലതെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. അവൻ ആരും കാണുന്നില്ലവെന്ന് ഉറപ്പുവരുത്തി വേദികയുടെ മുറിയിലേക്ക് കയറി. ബെഡ്ഷീറ്റ് പിരിക്കുകയായിരുന്ന വേദിക പിന്നിൽ വാതിലടയുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും ചുണ്ടിൽ ചൂണ്ടുവിരൽ കൊണ്ട് മിണ്ടരുതെന്ന് സിദ്ധു ആംഗ്യം കാണിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു. എന്റെ ഈശ്വര, എന്തയാളുടെ ഉദ്ദേശം? അപ്പോ ഇതിനായിരുന്നു എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. അവള് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചു. പക്ഷേ ശരീരം വിറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പുറത്തേക്ക് വന്നില്ല. 2 കണ്ണും പുറത്തേക്ക് തള്ളി ധാവണിത്തുമ്പ് തെരുപിടിച്ചു നിൽക്കുന്ന അവളെ അവൻ കൂർപ്പിച്ചൊന്ന് നോക്കി. ഇരിക്ക്. അവൻ പറഞ്ഞത് കേട്ട് ഇരിക്കാനൊരുങ്ങിയെങ്കിലും കാലുകൾ ചലിക്കുന്നില്ല. തൊണ്ടയിലെ അവസാന ഉമിനീരും അവൾ ഇറക്കി കഴിഞ്ഞിരുന്നു. കണ്ണും തള്ളി നിൽക്കാതെ ഇരിക്കടി. സിദ്ധു അവളെ നിർബന്ധമായി പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി അവക്കെതിരെ ഇരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ എനിക്കൊരു സഹായം ചെയ്യണം, ഒരേ ഒരു വട്ടം പ്ലീസ്, സിദ്ധാർത്ഥ് പറഞ്ഞു. അയ്യോ, അത് തന്നെ. എന്റെ കണ്ണാ, പാതിരാത്രി ഒരു പെണ്ണിന്റെ മുറി വന്ന് ഇങ്ങനൊക്കെ ചോദിക്കാവോ? അവൾ സ്വയം മനസ്സിൽ കുറെ ചിന്തിച്ചു കൂട്ടി. എന്താണെന്ന് വെച്ചാ, നീ എന്റെ കാമുകിയായിട്ടൊന്ന് നിൽക്കണം, കുറച്ചു ദിവസത്തേക്ക് മതി. എന്തൊക്കെയാ പറയുന്നേ? ഒടുവിൽ അവൾ സകല ധൈര്യവും സംഭരിച്ചു ചോദിച്ചു. എടി, എന്നെ ഇവരെന്റെ മുറപ്പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാനുള്ള പ്ലാനാണ്. എനിക്ക് അവളെ കെട്ടാൻ താല്പര്യമില്ല. സോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ്. എന്ത്? അവളുടെ നാവിറങ്ങിപ്പോയി. എന്റെ പൊന്നു പെണ്ണെ, നീ ഇങ്ങനെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളാതെ. ഞാൻ നിന്നെ പിടിച്ചു തിന്നുകയൊന്നുമില്ല. നീ പറയുന്നത് സമാധാനമായിട്ട് കേക്ക്. അവൻ തുടർന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നത്. നിന്നെ അവര് ശല്യം ചെയ്യാം, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ഒന്നും നീ പറയണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാ ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ടൊന്നും വയ്യ. പറയുന്നത് അങ്ങ് കേട്ടാ മതി. നിനക്ക് നഷ്ടമൊന്നും വരില്ല. ചുമ്മാ ഒരു അഭിനയം, അങ്ങനെ കണ്ടാ മതി. അപ്പോൾ അഭിനയം നാളെ തുടങ്ങാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അവൻ പുറത്തേക്ക് പോയപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. ഓഹ്, എന്തൊക്കെയാ ഹിറ്റ്ലർ പറഞ്ഞത്? ഇഷ്ടമാണെന്ന് പറയാനോ? എനിക്കങ്ങ് വയ്യ. ഇനി അതിന്റെ പുറകെ എന്തൊക്കെ വയ്യാവേലികളാണാവോ വരാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ള ചായ റെഡിയാക്കുകയായിരുന്നു വേദിക. വെപ്രാളപ്പെട്ട അവളുടെ അടുത്തേക്ക് വരുന്ന ലക്ഷ്മി അമ്മയെ കണ്ട് അവൾ സംശയിച്ചു. എന്താ ലക്ഷ്മി അമ്മേ, എന്തിനാ ഇങ്ങനെ ധൃതിപ്പെടുന്നത്? എവിടെയെങ്കിലും വീഴും. നീ എന്തൊക്കെയാ മോളെ കാണിച്ചു വെച്ചേരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി നിന്നെ വെച്ചേക്കില്ല വേദു. അവൾക്ക് കാര്യം മനസ്സിലായില്ല. കാര്യം എന്താണെന്ന് തെളിച്ച് പറ ലക്ഷ്മി അമ്മേ. രാവിലെ എറിഞ്ഞ് ടെൻഷൻ ആക്കല്ലേ. സിദ്ധു സാറിന്റെ മോളെ ഇഷ്ടമാണെന്ന് സാർ എല്ലാവരോടും പറഞ്ഞു. ഇപ്പൊ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാ. അതാ ഇവിടെ മുഴുവൻ ചർച്ച. അത് കേട്ട് അവൾ ശരിക്കും പകച്ചുപോയി. സത്യത്തിൽ ആ കാര്യം തന്നെ അവൾ മറന്നുപോയിരുന്നു. അല്ലെങ്കിൽ അവൾ അത് കാര്യമാക്കിയില്ല. പക്ഷെ ഇതിപ്പോ ഈ സിദ്ധു സാർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മോക്കറിയോ ഇക്കാര്യം? എനിക്കറിയില്ല ലക്ഷ്മി അമ്മേ. എന്നെ ഇഷ്ടപ്പെടാൻ ആരോടും ഞാൻ പറഞ്ഞില്ല. അവൾക്ക് ദേഷ്യവും വിഷമവും വന്നു. ദിവ്യയെ അറിയില്ലേ? അന്ന് മോളോട് ദേഷ്യപ്പെട്ട ആ പെണ്ണ്. അവള് സിദ്ധു സാറിനെ കെട്ടാൻ കാത്തിരിക്കുക. ഇത് കേട്ട് ആകെ കരുതുള്ളി നിൽക്കുക അവള്. ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാവാൻ പോകുന്നത്? ലക്ഷ്മി അമ്മയുടെ വാക്കുകൾ അവളെ പരിഭ്രമിച്ചു. ആർക്കൊരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇവിടെ പിടിച്ചു നിൽക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കാലം ആ ശമ്പളം വാങ്ങി തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും കൂടി എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമല്ലോ. ചായ ഞാൻ കൊടുത്തോളാം, മോളെ കണ്ടാൽ ശരിയാവില്ല. അവരതും വാങ്ങി അവിടെ നിന്നും പോയി. പ്രാതലിനുള്ള കാര്യങ്ങൾ ഒഴിക്കുമ്പോഴാണ് ദിവ്യയും അനികയും കല്യാണിയും ഒപ്പം സിദ്ധുവിന്റെ അമ്മ അഞ്ജലി അവിടേക്ക് വന്നത്. എന്താടി നിന്റെ ഉദ്ദേശം? തിരിഞ്ഞു നിൽക്കുകയായിരുന്ന വേദികയുടെ കയ്യിൽ ബലമായി പിടിച്ച് നേരെ നിർത്തി അഞ്ജലി ചോദിച്ചു. അവളുടെ കൈ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവളത് വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്റെ മോനെ വശീകരിക്കാനാണോടി നീ വീട്ടിലേക്ക് കയറി വന്നത്? അവർ ചോദിച്ചു. അല്ല മാമി, നോക്കിക്കോണം അവളുടെ അഹങ്കാരം. വന്നതേ ഉള്ളൂ. അതിനു മുന്നേ അവൾ നമ്മുടെ സിദ്ധുവിനെ കയ്യിലെടുത്തു. ഇതുവരെ ഒരു പെണ്ണിനെ പോലും നോക്കാത്ത സിദ്ധുവിനെ എത്ര വേഗം അവളെ വലയിലാക്കിയത്. അവളുടെ കണ്ണ് നിറയുമ്പോഴും ദേഷ്യത്തിൽ ദിവ്യയെ നോക്കി. ഇനിയൊരു നിമിഷം നീ ഇവിടെ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോളണം ഇവിടെ നിന്ന്. അവർ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു പുറത്തേക്ക് നടന്നു. ചിരിയോടെ ഒപ്പം അവർ 3 ആളും. അമ്മേ! സിദ്ധുവിന്റെ അലർച്ച. അവർ അവിടെ നിന്നു. വേദികയുടെ കൈവിട്.
അവർ കൈവിട്ടു. അമ്മ എന്തായി കാണിക്കുന്നത്? അവളെ എവിടെ കൊണ്ടുപോവുകയാ? ഇനി ഒരു നിമിഷം അവളെ വീട്ടിൽ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങട്ടെ. ഇവളുടെ സ്വഭാവം 2 ദിവസം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? വേദിക ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ അവളെ ഇറക്കി വിടാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. അവൾ ദേഷ്യത്തോടെ സിദ്ധുവിനെ നോക്കി. സിദ്ധുവേട്ട അവള് കള്ളിയാ. ഇതേപോലെ എത്ര പേരെ മയക്കെടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? അനിക പറഞ്ഞു. ഞാൻ പൊക്കോളാം. കണ്ണു തുടച്ച് വേദിക ഉറച്ചു പറഞ്ഞു. ബാഗ് എടുക്കാനായി അവൾ അകത്തേക്ക് കയറിപ്പോയതും പിന്നാലെ സിദ്ധു ചെന്ന് അവളുടെ കൈ പിടിച്ചു നിർത്തി. വേദിക, നീ ഇപ്പൊ എവിടെയും പോകുന്നില്ല. നിന്നെ കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ പറയുന്നത് വരെ നിനക്കിവിടെ നിൽക്കാം. വേറെ ആരെയും നോക്കണമെന്നില്ല. മറ്റുള്ളവരെ പുച്ഛത്തോടെ നോക്കി സിദ്ധു പറഞ്ഞു. നീ അകത്തേക്ക് പൊക്കോ. അവൾ മടിയോടെ അവനെ തന്നെ നോക്കി അവിടെ നിന്നു. ചെല്ല്, അകത്തേക്ക് പോ, ഞാനല്ലേ പറയുന്നത്. അവൾ അകത്തേക്ക് പോയതും അവൻ അവർക്ക് നേരെ തിരിഞ്ഞു. എനിക്ക് വേദി ഇഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേദികയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അതിനർത്ഥമില്ല. അവളുടെ മേലേക്ക് കയറാൻ നിൽക്കണ്ട. നിങ്ങൾ കാരണം അവൾക്ക് എന്തെങ്കിലും വന്നാലോ, അവൾ ഈ വീട്ടിൽ നിന്ന് പോകുകയോ ചെയ്താ സിദ്ധുവിന്റെ വിവാഹം എന്ന സ്വപ്നം നിങ്ങളങ്ങ് മറന്നേക്ക്. എല്ലാവരെയും നോക്കി ഒരു സൂചന പോലെ പറഞ്ഞ് സിദ്ധാർത്ഥ് പുറത്തേക്ക് പോയി. കണ്ടില്ലേ മാമി, സിദ്ധു എത്ര വേഗം അവളോട് അടുത്തത്. എന്റെ സംശയം ഇനി രണ്ടാളും കൂടി ചേർന്നാണോ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നാ. അതൊന്നും ഇല്ല ദിവി, സിദ്ധു ആ പെണ്ണിനെ കെട്ടാ ഇവിടെ ആരും സമ്മതിക്കില്ല. പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ നിന്റെ ഒപ്പം ഇല്ലേ? അവളുടെ തോളിൽ തട്ടി അവർ പറഞ്ഞു. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? അനാഥാലയത്തിൽ തന്നെ നിന്നാ മതിയായിരുന്നു. ആരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമായിരുന്നില്ല. ടീച്ചറമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് വരുമായിരുന്നില്ല. അടുത്ത കുരിശിനി എപ്പോഴാണാവോ തിരക്കി വരാൻ പോകുന്നത്? സിദ്ധു തന്റെ ഒഴിവു സമയത്ത് ഫോണിലെ വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോഴാണ് അവന് നടുക്കുന്ന വാർത്ത കണ്ടത്. ശ്രദ്ധ അനാഥാലയത്തിൽ നിന്ന് പെൺകുട്ടിയെ കാണാതായി. പോലീസ് തിരച്ചിൽ വിപുലമാക്കി. പാലക്കാട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ശ്രദ്ധ അനാഥാലയത്തിൽ നിന്ന് 2 ദിവസം മുന്നെയാണ് ഒരു പെൺകുട്ടിയെ കാണാതെയായത്. വേദിക 20 വയസ്സാണ് കാണാതെയായിരിക്കുന്നത്. ബാക്കി വായിക്കാനാവാതെ അവൻ ഫോൺ ഓഫാക്കി. ഇത്രയും പ്രശ്നമാവുമെന്ന് കരുതിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? അവളെ താമസിപ്പിക്കുന്ന പ്രശ്നമാണ്. വീട്ടിലെല്ലാവരും അറിയുന്നതിന് മുന്നേ തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. വേദികയുടെ സമ്മതത്തോടെ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവും. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വന്നു. ലക്ഷ്മി അമ്മയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു വേദിക. ധൃതിപ്പെട്ടു വരുന്ന സിദ്ധുവിനെ കണ്ട് അവൾക്ക് ഭയം തോന്നി. വേദിക, വേഗം റെഡിയാവും, ഒരിടം വരെ പോകാനുണ്ട്. എവിടേക്ക്? അതൊക്കെ വിശദമായി പറയാം. ഇപ്പൊ നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. വേഗം, സമയമില്ല. അവൾ സംശയിച്ച് മുറിയിലേക്ക് പോയി. അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡിയായി വന്നു. ഇവളെയും കൊണ്ട് നീ എവിടേക്കാ സിദ്ധു? അച്ഛൻ ചോദിച്ചു. അതൊന്നും ഇപ്പൊ പറയാനുള്ള സമയമില്ല അച്ഛാ. മറ്റുള്ളവർ ഇറങ്ങി വരുന്നത് കണ്ട് വേഗം തന്നെ വേദികയുമായി അവൻ കാറിൽ കയറി. എന്താ കാര്യമെന്നറിയാതെ പകച്ചിരിക്കുന്ന വേദികയുടെ കയ്യിലേക്ക് ഫോണിലെ വാർത്ത ഓണാക്കി സിദ്ധു കൊടുത്തു. അത് കണ്ട് അവളും നടുങ്ങിയിരുന്നു. ഇനിയും റിപ്പോർട്ട് ചെയ്യാതെ നിന്ന കൂടെ നിർത്തിയ എനിക്കാവും കേസ്. അതുകൊണ്ട് എത്രയും വേഗം അറിയിക്കണം. എനിക്ക് അവിടേക്ക് പോവേണ്ട സാർ. നീ പ്രായപൂർത്തിയായ കുട്ടിയാണ്. നിന്റെ അഭിപ്രായത്തിനാണ് വില. നീ അത് പറഞ്ഞാൽ മതി അവിടെ. അവൾ ടെൻഷനിൽ ധാവണിത്തുമ്പ് തെരുപിടിച്ചു കൊണ്ടിരുന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ അവന് മനസ്സിലായി അവളുടെ ആദി. ഇത്ര ടെൻഷൻ വേണ്ട വേദിക, ഒന്നും സംഭവിക്കില്ല. നീ പറയേണ്ടിടത്ത് അതേപോലെ പറഞ്ഞാൽ മതി. അവന്റെ വാക്കുകൾ വേദികയ്ക്ക് ധൈര്യമേകി. ആദ്യമായിട്ട് വേദിക പോലീസ് സ്റ്റേഷനിൽ വന്നു. അതിന്റെ പേടിയും ടെൻഷനും അവൾക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. സിദ്ധുവിന് പിന്നാലെ ഒരു കുട്ടിയെ പോലെ പിന്തുടർന്ന് വേദിക നടന്നു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.